ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ നിയാസ് ബ്രോ നാട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിനെ യാത്രയാക്കാൻ വേണ്ടി ഞങ്ങൾ കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുന്ന ലൈവ് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ റൂമിൽ നിന്നും നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വെഹിക്കിളെടുത്ത ഒരുപാട് ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫസ്റ്റ് കുബ്ലിയുടെ അടുത്തെത്തി. ഇവിടെ കുബ്ലി എന്ന് പറയുന്നത് നമ്മൾ പാലത്തിനാണ്. പിന്നെ ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. തീർച്ചയായിട്ടും ഇനിയും നല്ല ഒരുപാട് യാത്രാനുഭവങ്ങളും അതുപോലെ തന്നെ നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വലത്ത് സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് നഗരങ്ങൾ ജിദ്ദയുടെ പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. അത് നല്ല ഒരുപാട് വീഡിയോസ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാമാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് വീഡിയോയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റുകളായി നിങ്ങൾ രേഖപ്പെടുത്തണം. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ അതിന് മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റായി. ഇപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. പിന്നെ ഈ വീഡിയോ കുറച്ച് സ്പീഡിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി സ്പീഡിലാണ് പോകുന്നത്. ഇനി കുറച്ച് സ്ലോ ആക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ ലേഗ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ തന്നെ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിലവിൽ നമ്മളിപ്പോൾ മദീന റോഡ് കഴിഞ്ഞ് ഷാറ പലസ്തീൻ റോഡിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു 25 മിനിറ്റ് ഷാർപ്പ് കൊണ്ട് നമ്മളവിടെ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേഡിയത്തിൽ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ ജിദ്ദയിൽ മെയിനായിട്ട് സ്റ്റേഡിയം അല്ല, 2 എയർപോർട്ടിലേക്ക് മെയിനായിട്ട് ഇവിടെ 2 എയർപോർട്ടുണ്ട്. രണ്ടും കിങ് അബ്ദുൽ അസീസ് എയർപോർട്ട് തന്നെയാണ്. ഒന്ന് പഴയതും ഒന്ന് പുതിയതും 2 ടെർമിനലുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മൾ പഴയ ടെർമിനലിലേക്കാണ് പോകുന്നത്. പഴയ ടെർമിനലിലാണ് സ്പേസ് ജെറ്റ് പോലത്തെ ചെറിയ ജെറ്റുകളെല്ലാം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കരിപ്പൂരിലേക്കുള്ള എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന ചെറിയ ഫ്ലൈറ്റുകളൊക്കെ തന്നെ പഴയ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. പിന്നെ ഒമാൻ എയർ, ഖത്തർ എയർ, പിന്നെ ഫ്ലൈനാസ് അങ്ങനെ തുടങ്ങിയ അറേബ്യൻ ഫ്ലൈറ്റുകളെല്ലാം ഇപ്പോൾ പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ എയർപോർട്ടിലേക്ക് പോയൊരു വീഡിയോൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ പുതിയ എയർപോർട്ടിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പഴയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയാലും പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയാലും രണ്ടിനും കൂടി ഒരു റൺവേ ആണുള്ളത്. പഴയ എയർപോർട്ട് നമ്മൾ പുതിയ എയർപോർട്ട് പോയി കഴിഞ്ഞാലും പുതിയ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷനും അതുപോലെ ചെക്കിങ്ങും ബോർഡിംഗ് പാസും എല്ലാം കിട്ടിയതിന് ശേഷം അവിടുന്ന് നമ്മൾ ട്രെയിനിലാണ് ഈ പഴയ എയർപോർട്ടിലേക്ക് വരുന്നത്. അവിടെ തന്നെയാണ് വിമാനം കയറുന്നത്. അപ്പോൾ നമ്മൾ പഴയ എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് കാഞ്ചി ടെർമിനലും അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ കാഴ്ചകളും എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ട് ആസ്വദിക്കുക. അതുപോലെ തന്നെ ഇനിയും നല്ല വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന് നിങ്ങളുടെ വിലയേറിയ സഹായങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ടും തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ യൂട്യൂബേഴ്സിനുള്ള ഒക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് പുതുതായിട്ട് കാണുന്ന ആളുകളിലാണ്. നിങ്ങളുടെ കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഏകദേശം നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് സംവദിക്കാൻ വേണ്ടി വരാം ഇൻഷാ അല്ലാഹ്. അതുവരെ നിങ്ങൾ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജിദ്ദയിൽ വന്നിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിൽ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ എത്തിയ പോലെ തന്നെ
ഒരുവിധം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ജിദ്ദ കാണാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ഗൾഫ് കൺട്രീസ് കാണാനും അവിടുത്തെ റോഡുകൾ കാണാനും അവരുടെ ബിൽഡിങ്സ് കാണാനും അതുപോലെ തന്നെ അവിടുത്തെ പാർക്കുകളും ബീച്ചുകളും എല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ വിദേശ നാട്ടിലെല്ലാത്തിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതാ നമ്മുടെ ഏറ്റവും കൂടുതൽ വീഡിയോ യാത്രയുമായി ബന്ധപ്പെട്ട തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി വെക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രവാസി ജീവിതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രവാസി ജീവിതത്തിൽ നമുക്ക് രണ്ട് ദുഃഖങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ദുഃഖം തന്നെയാണ്. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ പണിയിൽ നിന്ന് പിരിഞ്ഞ് പോകുന്ന സുഹൃത്തുക്കളെ പിരിഞ്ഞ് പോകുന്ന വിഷമം, അതുപോലെ തന്നെ ഈ നമ്മളൊരു പണിയിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ 2 വർഷം 3 വർഷത്തെ എഗ്രിമെൻറ്റ് കരാറിലൊക്കെ ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുക. അത് ഒഴിവാക്കി നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് പിന്നെയും ബേജാറാണ്. തിരിച്ച് വരുമ്പോൾ പണി ഉണ്ടാവുമോ, ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാത്തൊരു വിഷമം ഉണ്ടാവും. പ്രവാസിനെ സംബന്ധിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷം മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നിജാസ് ബ്രോ കുറച്ച് സന്തോഷത്തിലായിരിക്കുമെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും അതുപോലെ നാട്ടുകാരെയൊക്കെ കാണാനുള്ള സന്തോഷത്തിലാണ്. ഞങ്ങൾ എയർപോർട്ട് കാണാനുള്ള സന്തോഷത്തിലാണ്. ഞങ്ങൾ അതിനെ എയർപോർട്ടിലാക്കിയതിന് ശേഷം ഇൻഷാല്ലാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകുന്നതായിരിക്കും. ഞങ്ങളാരും നാട്ടിൽ പോകുന്നില്ല. നിങ്ങൾ തമ്പനെ കണ്ടിട്ടുണ്ടാവും, 3 ഫ്രണ്ട്സ് ഒന്നിച്ച് നിൽക്കുന്നത്. അത് നടുവിൽ നിൽക്കുന്ന ആളാണ് നിജാസ് ബ്രോ. നമ്മുടെ അപ്പുറത്തെ തലക്ക് നിൽക്കുന്ന ആളാണ് നിസാർ ബ്രോ. ഇതൊക്കെ നമ്മളെ ചങ്ക് ഫ്രണ്ട്സുകളാണ്. ഇൻഷാല്ലാ ഇതുപോലെ തന്നെ അടുത്ത് ഞാനും നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോ ഇൻഷാല്ലാ തീർച്ചയായിട്ടും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ പുതിയ എയർപോർട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മിസ് ചെയ്യരുത്. കാറ് കുറച്ച് സ്പീഡിലാണ് പോകുന്നത് എനിക്കറിയാം. തീർച്ചയായിട്ടും ഇനി സ്ലോ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലേഗ് അടിക്കും. അതുകൊണ്ടാണ് ദയച്ചത് എന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മുടെ നാട് പോലെയല്ല. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ നമ്മൾ എയർപോർട്ട് റോഡൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മിനിമം സ്പീഡ് ഇവിടെ കാണിക്കുന്നത് 80-90 അപ്പോൾ 80-90 നോക്കി ചെയ്ത് ഈ ഒരു സ്പീഡിലായിരിക്കും വണ്ടി പോവുക. അതിനനുസരിച്ച് നമ്മുടെ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. ഇൻഷാല്ലാ നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിലെത്തുമ്പോൾ കുറച്ച് സ്ലോയിൽ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാഴ്ചകൾ നല്ല വൃത്തി കാണാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം നമ്മൾക്ക് റൂമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 10 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അതിർത്തിയിലേക്ക് എത്തുന്നതാണ്. ഇവിടുത്തെ റോഡൊക്കെ നിങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്ത് നല്ലൊരു വൃത്തിയിലാണ് ജനങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ള പ്രവാസികളുടെ സപ്പോർട്ടും എല്ലാം ഈ രാജ്യത്തിൻ്റെ ഒരു പുരോഗതിക്ക് നല്ലൊരു സഹായമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തൊരു സാധനം കയ്യിൽ വേസ്റ്റ് കിട്ടിയാൽ അപ്പുറം റൂമിലേക്ക് വലിച്ചെറിയുന്ന സ്വഭാവമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാവരും ഒഴിവാക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ നിയമങ്ങൾ 100% നമ്മളെപ്പോലുള്ള എല്ലാ പ്രവാസികളും 100% അത് അനുസരിച്ച് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇവിടെ അങ്ങനെ എന്തെങ്കിലും വയലേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഫൈന് വരുന്നുള്ള പേടി ഉള്ളതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു സിഗരറ്റിൻ്റെ ഒരു കുറ്റിയായാൽ പോലും നമ്മൾ റോഡിലേക്ക് അറിയാതെ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ അതിൻ്റെ സ്ഥലത്ത് കൊണ്ട് അവിടെ വിമാനപ്പെട്ടി ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിലേ നിക്ഷേപിക്കുന്നുള്ളൂ. ഈ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും നമ്മൾ നാട്ടിലും പിന്തുടരുന്നതായിട്ടുണ്ട്. കാരണം ഇന്ന് കൊച്ചി പോലുള്ള നഗരത്തിൽ നിങ്ങൾ ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വമ്പൻ വേസ്റ്റിൻ്റെ ഒരു കൂമ്പാരമായി കിടക്കുകയാണ്. അതിൽ നിന്നാണ് മാരകമായ സൂക്കേടുകൾ നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മറ്റു ജനങ്ങൾക്കും എല്ലാം പിടിപെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ വന്ന് കണ്ട് ഇവിടുന്ന് നാട്ടിൽ പോകുന്ന ആൾക്കാർ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്വന്തം ചെയ്ത് കാണിച്ചെടുത്തിട്ട് നമ്മുടെ നാടും ഇതുപോലെ തന്നെ വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും ഇനി വരുന്ന ഭാവി തലമുറ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നഗരങ്ങളൊക്കെ പോലെ തന്നെ വൃത്തിയുള്ള നഗരമായി നമ്മുടെ നാട് മാറട്ടെ
എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം. നമ്മളെ നാട് വൃത്തികേടാക്കുന്നത് നമ്മൾ പലരുമാണ്. തീർച്ചയായിട്ടും വേസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിനെ വൃത്തിഹീനമാക്കുന്നൊരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളും അതുപോലെ തന്നെ പാടങ്ങളായാലും മണ്ണായാലും എല്ലാം ഇപ്പം പ്ലാസ്റ്റിക് കവറും അതുപോലെ തന്നെ പല വേസ്റ്റ് സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു കാഴ്ചയാണ്. അതിൽ നിന്നൊരു മോചനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നാട്ടിലെ നിയമങ്ങൾ കുറച്ചും കൂടി ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ നല്ല ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് മാത്രമാണ് അതിന് വേഗം പോകുന്നത്. നമ്മുടെ നാടും ഇതുപോലൊക്കെ തന്നെ ആട്ടെ ഇൻഷാ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിച്ചേരാനായി. ഇനി ഇവിടുന്നൊരു 3 മിനിറ്റ് ഒരു 4 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അതിർത്തിയിലേക്ക് വരുന്നതാണ്. ജാസ്പോ പറയുന്നത് 3 മാസം വീണ്ടും അടിച്ച് പോവുകയാണെങ്കിലും 15 മാസം നിന്ന് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. എന്താണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുപരമായ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് തന്നെ നാട്ടിൽ തിരിച്ചു വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മാർഗസുമില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്നൊക്കെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് യാത്രാ അനുഭവങ്ങളും നല്ല നല്ല വീഡിയോകളുമായി ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരു 5 മിനിറ്റ് കൂടി ഈ വീഡിയോ കൊണ്ട്, അതുകൊണ്ട് ആരും സ്കിപ്പടിക്കാതെ പഠിച്ചു പോകാതെ തീർച്ചയായിട്ടും ഫുള്ള് കാണുമെന്ന് ഉന്നതമായ അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു കാഴ്ചകൾ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വിമാനം പൊതുന്നതും എല്ലാം കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. നമ്മളവിടെ ചേരുമ്പോൾ വിമാനം പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം. ആ വിമാനം പോകുന്നതൊരു കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഏകദേശം നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണത്. എയർപോർട്ടിൻ്റെ അത്രയും വിസ്താരത്തിലാണ്, ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇവിടെ ഇന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൺവേക്കും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മറ്റു വാഹനങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഒരുവിധം ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കുള്ള വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എയർപോർട്ടിൻ്റെ 2 സൈഡിലും നല്ല ഒരുപാട് നല്ല പനകളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും എല്ലാം വളരെ അലങ്കാരമായിട്ട് നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോയി കുറച്ച് ഫസ്റ്റ് നമ്മൾ എയർപോർട്ടിൽ കയറുമ്പോൾ ഇടതുവശത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹജ്ജ് ടെർമിനലാണ്. വളരെ വിശാലമായ ഹജ്ജ് ടെർമിനലാണ്. അപ്പോൾ നമ്മളെ ഹജ്ജിമാർക്കും അതുപോലെ തന്നെ ഉംറയ്ക്ക് വരുന്ന ആളുകൾക്കും പ്രത്യേക സൗകര്യത്തിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഹജ്ജിന് വന്ന ആൾക്കാർക്കൊക്കെ കണ്ടിട്ടുണ്ടാകും ഇൻഷാ അല്ലാഹ്. അവരോട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും അതൊന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. ഏകദേശം നമ്മൾ ബൗണ്ടറി ലൈൻ കടന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ എയർപോർട്ടിലേക്ക് കയറുന്ന കാഴ്ചയാണ്. കാരണം ഇതാണ് ബോർഡർ, എയർപോർട്ടിൻ്റെ ബോർഡറാണിതാ. ജാസിബ് പറയുന്നുണ്ട് ഞാൻ പോകാനായി. അപ്പോൾ നമ്മൾക്കൊക്കെ നമ്മളെ ഷബീർ ഖാനാണ് നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എയർപോർട്ടിൻ്റെ അകത്തേക്ക് കാറ് നമ്മൾ പതുക്കെ കയറിയിരിക്കുകയാണ്. എയർപോർട്ടിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾ കണ്ടാവുണ്ടാവും. നമുക്ക് നല്ല അടിപൊളി ഒരു ഭംഗിയുള്ള ഒരുപാട് പനകൾ നിരനിരയായിട്ട് നമുക്ക് നമ്മുടെ കാഴ്ചക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം. രാത്രിയുടെ വീട്ടിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ ഹജ്ജ് ടെർമിനൽ ഇതാ ഗൈസ്. നിങ്ങൾക്ക് എടുത്ത് ഭാഗത്തേക്ക് നോക്കിയാൽ കാണും വൈറ്റ് നല്ല കളറിൽ വെളുത്ത ലൈറ്റുകൾ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതാണ് ഹജ്ജ് ടെർമിനൽ. ഹജ്ജിനൊക്കെ വന്ന ആൾക്കാരെ സന്ദർശിക്കാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരുപാട് അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിലാണ് സൗദി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. ലക്ഷം ആൾക്കാരാണ് എല്ലാ വർഷവും ഹജ്ജിന് ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 25 ലക്ഷത്തോളം ആൾക്കാർ, 1 കോടി ജനങ്ങളാണ് ഈ വർഷം ഇവിടെ ഹജ്ജ് നിർവഹിച്ച് പോയിട്ടുള്ളത്. ചിലപ്പോൾ
അപ്പോൾ ആഭ്യന്തര ആൾക്കാരുടെ എണ്ണം കൂടി കൂട്ടുകയാണെങ്കിൽ തീർച്ചയായും അതിനേക്കാളും അരക്കോടിൻ്റെ അടുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക കണക്കനുസരിച്ച് ഏകദേശം 26-30 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് ഹജ്ജ് നിർവഹിച്ചതായി കണക്കാക്കപ്പെടുന്നത്. ഇതാ നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിമാനം നിർത്തിയിട്ട് കാണാൻ വേണ്ടി സൈഡിലേക്ക് നോക്കിയാൽ സാധിക്കുന്നതാണ്. പ്രൈവറ്റ് ജെറ്റുകളാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. യൂസഫലിനെ പോലുള്ള വമ്പൻ ബിസിനസ്സുകാരുടെ പ്രൈവറ്റ് ജെറ്റുകളാണ് ഈ വലത്ത് ഭാഗത്തായി നിർത്തിയിട്ട് കാണാം. ഒരു ബിസിനസ്സുകാരുടെ ഒരു പ്രൈവറ്റ് ജെറ്റുകൾക്കുള്ള സ്ഥലമായി പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള സ്ഥലമാണിത്. വലത്ത് ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള എയർപോർട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പാർക്കിങ്ങാണ്. പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. 2000-3000 കാർ വന്നാലും പാർക്കിങ്ങുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇഷ്ടംപോലെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ. നിങ്ങൾക്ക് വണ്ടി എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. 1000-2000-3000 കാർ വന്നാലും സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നും വേണ്ടി തിരഞ്ഞ് നമ്മൾ സമയം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഏകദേശം നിജാസ് ബ്രോ ഏതാനും നിമിഷങ്ങൾക്കകം എയർപോർട്ടിലേക്ക് കടക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് പാർക്കിംഗ് പറയുകയാണ് ഗൈസ്. ആ പാർക്കിംഗ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അടുത്ത എയർപോർട്ടിനോട് അടുത്ത സ്ഥലത്തേക്ക് തന്നെ വെച്ച് നിജാസ് ബ്രോനെ അടർത്തി നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നിങ്ങൾക്ക് എയർപോർട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയതിനു ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം എയർപോർട്ട് കാണിച്ചു തരാൻ സാധിക്കും ഇൻഷാല്ലാഹ്. ഇതാണ് നമ്മുടെ കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. തീർച്ചയായിട്ടും ഇൻഷാല്ലാഹ് ഇനി വേറൊരു യാത്രാനുഭവം നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഞാനൊപ്പം വരുന്നതായിരിക്കും. ഞങ്ങൾ നിജാസ് ബ്രോനെ തമ്മിൽ യാത്രയാക്കിയാണ്. സാധനമൊക്കെ ഞങ്ങൾ RVൻ്റെ മുകളിൽ വെച്ച് അദ്ദേഹത്തിന് എൻട്രി സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇൻഷാല്ലാഹ് റൂമിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അദ്ദേഹം ഫസ്റ്റൊന്നും എല്ലാവരും 10 പ്രാവശ്യം പോയതുകൊണ്ട് നിങ്ങൾക്ക് നോ ടെൻഷൻ, അദ്ദേഹം പോയിക്കോളും. തീർച്ചയായിട്ടും നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആണ്. സീ യു ബൈ. ഇൻഷാല്ലാഹ് അസ്സലാമു അലൈക്കും.